Welcome to Onnonnu Ruchi, co-powered by Sundips and 916 Coco brand coconut oil, dairy partner Payshi and our education partner Moonar Catering College. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്നു രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പോലെ ഇന്നും നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ മീനാക്ഷിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. മീനാക്ഷി, നമസ്കാരം. അന്ന് കോഴിക്കോട് കണ്ടിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ കഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത്. എന്താണ് ആ ഡിഷ്? ഇന്ന് ഷെഫിന് വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ തപ്പി കഷ്ടപ്പെട്ട് എൻ്റെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചത്. ഇത് സ്പൈസി ബട്ടർ ഗാർലിക് പ്രോൺസ് എന്നാണ്. നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നു. ബട്ടർ ഗാർലിക് പ്രോൺസ്. മീനാക്ഷിയുടെ ബട്ടർ ഗാർലിക് പ്രോൺസിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എത്തിയിട്ടുണ്ട്. സാധാരണ നമ്മളൊക്കെ ചെമ്മീനൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഈ ബട്ടറും ഗാർലിക്കും ലൈം ജ്യൂസൊക്കെ ചേർത്തിട്ടുള്ള ഒരു വെസ്റ്റേൺ കോണ്ടിനെൻ്റൽ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഫിഷും പ്രോൺസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ വീട്ടിലൊന്നും ആരും പരീക്ഷിക്കത്തില്ല. അപ്പോൾ ഈ റെസിപ്പി മീനാക്ഷി നിങ്ങൾക്കായിട്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം ആദ്യം എന്താണ് മാരിനേഷൻ അല്ലേ? അതെ, ആദ്യം നമുക്ക് പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് മാരിനേഷനിലേക്ക് കിടക്കാം. അല്ല, ഇതൊക്കെ ഈ ഇത്രയും വലിയ വെസ്റ്റേൺ ഡിഷിനകത്ത് കറിവേപ്പിലേക്ക് ഇട്ട് ഒരു ഫ്യൂഷനാക്കി ഇത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു യൂറോപ്യൻ ഡിഷാണ് ഈ ബട്ടർ ഗാർലിക്. അതിനകത്ത് നമ്മുടെ ഒരു കേരള ടച്ചിന് വേണ്ടിയിട്ട് ഇതേ വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് വന്നത്. എവിടുന്ന് കിട്ടിയ റെസിപ്പിയുടെ കഥ പറയാം. അത് ആക്ച്വലി ഞാൻ ആലപ്പുഴക്കാരി ആണ് ഈ സംഭവമൊക്കെ ചെയ്തത്. അതൊന്ന് പറയൂ. അതെന്താ സംഭവം എന്ന് വെച്ചാല്, ഞാൻ എന്റെ ടേസ്റ്റിനും കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഇത് ആക്കിയത്. കാരണം ഞാനിത് ഞാനിപ്പോ ഫ്ലാറ്റിലേക്ക് മാറിയതുകൊണ്ട് സ്വന്തമായിട്ടാണ് കുക്കിംഗ്. ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. സാറിന്റെ ഫിഷ് നിർമ്മാണമാണ് എന്റെ മെയിൻ സാധനം. അതിന് ഭയങ്കര ഫാൻസ് ആണ്. എന്റെ റൂംമേറ്റ്സ് ഒക്കെ സാറിന്റെ ഫിഷ് നിർമ്മാണയുടെ ഭയങ്കര ഫാൻസ് ആണ്. അത്രയും എത്തിയില്ലെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പരിസര പ്രദേശത്തൊക്കെ കൂടെ ഞാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ടേസ്റ്റ് ഇപ്പോഴാണൊന്ന് സ്വന്തമായിട്ട് കുക്ക് ചെയ്തപ്പോ നമുക്ക് അതിന്റെ കറക്റ്റ് സ്പൈസ് ലെവൽ എത്ര വേണം, അല്ലെങ്കിൽ പുളി എത്ര വേണം എന്നൊക്കെ മറ്റുള്ളവർ ഉണ്ടാക്കി തരുമ്പോ നമ്മൾ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സ്വന്തം കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ബാലൻസ് ചെയ്താൽ എനിക്ക് ഇത്ര എരിവ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇത്രയും പുളി എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇത്രയും വെന്താ മതി. ഏകദേശം. അപ്പൊ ഇന്ന് സാറിന്റെ കൂടെ ടെൻഷൻ ഉള്ളതുകൊണ്ട് എന്താവെന്ന് എനിക്ക് അറിയത്തില്ല. നല്ലൊരു ഷെഫിലേക്കുള്ള ഒരു പ്രയാണമാണ് കേട്ടോ. കാരണം ഈ സംഭവം ചൂസ് ചെയ്തപ്പോ തന്നെ എനിക്ക് തോന്നി ആൾക്ക് കറക്റ്റ് കുക്കിംഗ്. കാരണം അതിന്റെ മെത്തേഡൊക്കെ നേരത്തെ ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഉള്ളിൽ ഒരു ഷെഫ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പാചകത്തിനോടുള്ള താല്പര്യം ഇങ്ങനെ ഉറങ്ങി കിടപ്പുണ്ട്. നേരത്തെ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നേ. പക്ഷെ ഇപ്പം ഞാൻ റൂമിലേക്ക് ചെന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോ എല്ലാവരും നല്ലതാന്ന് പറയാൻ തുടങ്ങിയപ്പോ എനിക്ക് അതാണ് ഈ അപ്രിഷിയേറ്റ് ചെയ്യാൻ. ചിലരൊന്നും ആഹാരമൊക്കെ ഉണ്ടാക്കി വീട്ടിലേക്ക് കൊടുത്താൽ പോലും കമാന്നൊരു അക്ഷരം മിണ്ടത്തില്ല. നല്ലതാണെങ്കിൽ മിണ്ടാണ്ടും, കുറ്റമാണെങ്കിലോ ഒരു 50 കഥയൊക്കെ പറയും. അതുകൊണ്ട് അപ്രിഷിയേറ്റ് ചെയ്താൽ അവർ നന്നായിട്ട് ഇതിലും ബെറ്റർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ അമ്മയോ ഭാര്യയോ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി തന്നാൽ അപ്പൊ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യുക. അടിപൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തവണ അതിലും ബെറ്റർ ആയിട്ട് കിട്ടും. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അപ്പൊ ശരി, നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് പ്രോൺസ് എടുക്കാം. ഇത് ഞാൻ ആക്ച്വലി ഒരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്തതാണ്. ഇപ്പൊ നേരത്തെ കറിവേപ്പിലയുടെ കാര്യം ചോദിച്ചില്ലേ, ഞാൻ ആക്ച്വലി അതിനകത്ത് കൊറിയാണ്ടർ ലീവ്സാ കണ്ടത്. പക്ഷെ ഞാൻ അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ഉപ്പ് അല്ലേ? തുടങ്ങിക്കോളി. ആദ്യമായിട്ട് ഒരു കുക്കറി ഷോയിൽ പങ്കെടുത്ത് ഇങ്ങനെ സ്വന്തമായിട്ട് ഇല്ലേ, അതിന്റെ എല്ലാ ടെൻഷനും കാണാനുണ്ട്. പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല. ആക്ച്വലി ഞാൻ ഇതുപോലെ വലിയൊരു ഷെഫിന് ആങ്കറായിട്ടൊക്കെ പോയി പല TV പ്രോഗ്രാമിനും അല്ലാതെ വലിയ വലിയ സ്റ്റേജ്. ഞങ്ങള് പണ്ടൊരിക്കൽ കോഴിക്കോട് ഒരു നിർമ്മാണമൊക്കെ ഉണ്ടാക്കി സാറിന്റെ നിർമ്മാണം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കോഴിക്കോട് ഫുഡ് ഫെസ്റ്റിന്റെ സമയത്താണ്. അപ്പൊ അത്രയുള്ള ഒരാള് ഉള്ളിലിച്ച് ടെൻഷനൊക്കെ കുക്ക് ചെയ്യാൻ വരുമ്പോ ആദ്യമായിട്ട് ഷോയ്ക്ക് അത് TV-യിൽ പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു ഡിഷ് ഉണ്ടാക്കുന്നതിന്റെ ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വെളി കാണിക്കുന്നില്ല. വലിയൊരു ഷെഫിന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണ്. ഉപ്പ് ഞാനുണ്ടല്ലോ, ഞാൻ എപ്പോഴും കറക്റ്റ് എനിക്ക് പറയുന്ന പോലെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പ് അങ്ങനെ ഇങ്ങനെ നോക്കി പറയാൻ അറിയത്തില്ല. ഞാൻ എന്റെ ടേസ്റ്റിന് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാം. ഉപ്പ്. ഇനി നമ്മള് മുളക് പൊടി, സ്പൈസി എന്ന് പേരുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് അധികം മുളക് പൊടി. സ്പൈസി ബട്ടർ ഗാർലിക് പ്രോൺസ്.
ബട്ടർ ഗാർലിക്കിനകത്ത് അവർ സോട്ട് ചെയ്തെടുക്കുക എന്നാണ് പറയുക. ഓക്കെ, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ ഈ പറഞ്ഞ കണക്ക് കണ്ട വീഡിയോയിൽ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് കണ്ടത്, പക്ഷെ എന്നാലും എനിക്ക് നമുക്കിഷ്ടം വെളിച്ചെണ്ണയാണ് ഇഷ്ടം. ഓക്കെ, നമുക്ക് ചെമ്മീനിടാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില ഇതിട്ട് ചെമ്മീൻ നന്നായിട്ട് മറിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്, ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ കുറച്ച് ഓയിലുണ്ട്, കാരണം ഞാൻ ഓയിൽ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഓയിൽ തന്നെ ഇത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ട് അല്ലേ? ഓക്കെ, പറഞ്ഞോ, ഞാനത് നോക്കിക്കൊള്ളാം, കുഴപ്പമില്ല. അപ്പോ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുമായിരുന്നു, ഞാൻ ക്യാബിൻ ക്രൂ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3 വർഷം വർക്ക് ചെയ്തു. ഞാൻ 19 ഇയേഴ്സിൽ ജോലിക്ക് കയറിയതാണ്. അതൊരു 3 വർഷം വർക്ക് നാട്ടിൽ തന്നെ ഞാൻ അങ്ങനെ ഇന്ത്യയിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. ഇപ്പൊ എന്റെ അച്ഛന് പോവാൻ താജ്മഹൽ പോവാൻ ഭയങ്കര ആഗ്രഹം. അച്ഛൻ എന്തായാലും കൊണ്ടുപോകണം. അത് അച്ഛനെ ഞാൻ എപ്പോഴും ഞാൻ വഴക്ക് പറയും. അച്ഛൻ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടും. ആ സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ വാ നമുക്ക് പോവാം. ഒരു ഓണം വെക്കേഷന്റെ സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു പോവാന്ന് പറഞ്ഞപ്പോ അച്ഛന് മടി. അച്ഛൻ പറഞ്ഞു അയ്യോ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ പറയുന്നതിനിടയ്ക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് ആ കുരുമുളക് റോസ്റ്റ് ആവുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അതിനകത്ത് ആ കറിവേപ്പിലെല്ലാം കൂടെ ഇവിടെ നിന്ന് വർത്താനം പറയാൻ എനിക്ക് പറ്റുന്നില്ല. അതിന്റെ ഇടയിൽ നിങ്ങളുടെ ജസ്റ്റ് അതുകൂടി ഒന്ന് പറയുന്നുള്ളൂ. വല്ലാത്തൊരു സ്മെല്ലാണ് അതെ. അപ്പം അന്ന് അച്ഛൻ വന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു, കണ്ടോ ഇപ്പൊ തനിയെ വെറുതെ കയ്യിൽ നിന്ന് പൈസ മുടക്കി പോണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അന്ന് പോയാൽ മതി പറയും. മെയിൻ ആയിട്ടുള്ള ഹോബി എന്താണ് മീനാക്ഷി? ഞാൻ ഡാൻസറാണ്. ഞാൻ ചെറുപ്പം മുതലേ ഡാൻസർ, 3 വയസ്സ് മുതൽ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ ഇപ്പൊ സമയം കിട്ടാറില്ല. പിന്നെ കുറച്ച് മടിയും കൂടെ ഉണ്ട്. അപ്പം ഇപ്പൊ പ്രോഗ്രാംസ് വരുന്ന സമയത്ത് ഡാൻസ് പ്രാക്ടീസ് ആണ് ഇപ്പൊ എന്റെ മെയിൻ ആയിട്ടുള്ള ഹോബി. ഏറ്റവും ഇഷ്ടപ്പെട്ട നർത്തകിയാണ് മലയാള സിനിമയിൽ ശോഭന. ഞാൻ ഐ എം എ ഫാൻ ഓഫ്. ഞാൻ എന്ന് വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ ചെറുപ്പത്തില് നമ്മുടെ മനസ്സിൽ കേറാന്ന് പറയും. അതുപോലെ തന്നെ മഞ്ജു ചേച്ചി, എനിക്ക് അപ്പം മഞ്ജു ചേച്ചി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് കുച്ചിപ്പുടിയില്ല. അപ്പം മഞ്ജു ചേച്ചി ഇങ്ങനെ ഒരു കുച്ചിപ്പുടി ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ച് കളിച്ച ഒരു ഐറ്റമാണ്. ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് കളിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെ കളിക്കുന്നത്, ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് കളിക്കുന്നത്. അങ്ങനെ എനിക്ക് മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ജു ചേച്ചി ആൻഡ് ശോഭന മാം. ചെമ്മീൻ കുക്കായി, വീണ്ടും കുക്ക് ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് മാറ്റി വെക്കാം. ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞു. ക്യാബിൻ ക്രൂ ഇങ്ങനെ നമ്മളൊക്കെ എല്ലപ്പോഴും യാത്ര ചെയ്താണ്. ഈ ആ ഒരു 3 വർഷം ജോലി ചെയ്തതിൽ മറക്കാനാവാത്ത ആ ഒരു ക്യാബിൻ ക്രൂവിന്റെ ഒരു അനുഭവം എന്തായിരുന്നു? നമ്മുടെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവും. അത് വെറുതെ പറയുന്നതല്ല, ഭയങ്കര ഹാപ്പനിങ് ജോബാണ് ഓരോ ദിവസം. കാരണം നമ്മൾ ഓരോ ദിവസം മീറ്റ് ചെയ്യുന്നത് പല ആൾക്കാരെയാണ്. ഇപ്പം ഒരു ഓഫീസ് ജോബ് പോലല്ല. എല്ലാ ദിവസവും നമ്മള് ഇപ്പം 200ഓളം പല ആളുകളെയാണ് മീറ്റ് ചെയ്തത്. 200 അല്ല, ലൈക്ക് ഒരു സെക്ടർ മാത്രം. അതായത് ഇപ്പം അപ്പ് മാത്രം ഒരാളാണെങ്കിൽ ഡൗൺ വേറെ കുറച്ച് പേരായിരിക്കും. അങ്ങനെ ഒത്തിരി പേരെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ഫ്ലൈറ്റും എന്തെങ്കിലുമൊക്കെ ഹാപ്പനിങ് ആണ്. കൂടുതലും നമ്മൾ പ്രായമായ ആളുകളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, നമുക്ക് ചിലപ്പോൾ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം, ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് തരും. ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും തരാം. ഒന്നും വേണ്ട, അവരൊന്നും തന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ കൈവയ്ക്കും. ഒന്നും പറയില്ല അവര്, തലയിൽ നമുക്കത് കാണും ഭയങ്കര
ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിന്റെ പ്ലാൻ എന്താ? തീർച്ചയായിട്ടും നല്ല സിനിമകൾ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. വെച്ചാൽ നായിക പ്രാധാന്യമുള്ള അങ്ങനെയല്ല, ഇപ്പൊ നായികയായിട്ട് ചെയ്യണം എന്നുള്ളതല്ല എൻ്റെ ആഗ്രഹം. ഇല്ലില്ല, എനിക്ക് നല്ല ക്യാരക്ടർ റോൾസ് ആണെങ്കിലും നമുക്ക് നമ്മുടെ ടാലന്റ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യണമെന്ന്. ഇപ്പൊ എനിക്ക് സിനിമയിൽ എൻ്റെ ഒരു റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സുകുമാരി അമ്മയാന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുകുമാരി അമ്മ ചെയ്ത ക്യാരക്ടേഴ്സ് പോലത്തെ. എന്താണ് പറ്റാത്തത്? എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പ്രിയദർശൻ സാറിന്റെ ഒരു റൈറ്റപ്പ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ നേരത്തെ പണ്ട് വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞാണ്, ബോയിങ് ഹിന്ദിയിലേക്ക് ആക്കുമ്പോൾ സുകുമാരി അമ്മയുടെ ക്യാരക്ടർ ചെയ്യാൻ റീപ്ലേസ് ചെയ്യാൻ ആളില്ല, ഒരു ഫീമെയിൽ ക്യാരക്ടർ ഇല്ല. അപ്പം അതൊരു മെയിൽ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഹിന്ദിയിൽ. അപ്പൊ ഞാൻ ആലോചിക്കുക, അങ്ങനെയൊക്കെ ഒരു ഡയറക്ടറിന് തോന്നണം എന്നുണ്ടെങ്കിൽ എന്ത് ലെവലായിരിക്കും ആ ആർട്ടിസ്റ്റ് എന്നുള്ളതാണ്. അതുപോലെ KPSC ലളിത അമ്മ, ഞാൻ അവരൊക്കെ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. അപ്പൊ എനിക്ക് ഭയങ്കര നായിക ആയിട്ട് തന്നെ ചെയ്യണം എന്നില്ല, നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. മൂത്ത് തുടങ്ങി. നമുക്ക് ഇനി ചില്ലി ഫ്ലേക്സ് ഇടാം അതിലേക്ക്. സ്പൈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര, ആദ്യം എല്ലാവരും ഈ സ്പൈസി അല്ലെങ്കിൽ സൗർ എന്നൊക്കെ പറഞ്ഞൊക്കെ ഡിഷിന് പേരിടുമെങ്കിലും ഇത് ശരിക്കും സ്പൈസി തന്നെയാണ്. ഒരു ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു, അതിനേക്കാട്ടിൽ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടു. ഇപ്പത് ക്രഷ്ഡ് ചില്ലിയാണ്. അപ്പൊ നല്ല എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന അവർക്ക് പറ്റിയ ഒരു ടച്ചിങ് വെസ്റ്റേൺ ഡിഷ് കൂടിയാണ് അല്ലേ സ്റ്റാർട്ടർ. ബട്ടറും ലൈം ജ്യൂസും നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായി. ഏവിയേഷൻ ഒക്കെ ഭയങ്കര പെൺകുട്ടിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കരിയറായിട്ട് എടുക്കുന്നതാണ്. അപ്പൊ ആ കരിയറിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു അതിനകത്ത് ആദ്യമായിട്ടാണ് നമ്മളിവിടെ ഒരു കരിയറുള്ള ഒരാളെ കൊണ്ടുവരുന്നത്. നമ്മളൊരു ആക്ട്രസ് എന്ന നിലയിലല്ല പറയുന്നത്. അപ്പൊ ആ ഒരു മേഖലയിലേക്ക് വരാവുന്നവരെടുത്ത് ഒരു ഉപദേശം എന്താണ്? ആ കുട്ടികളൊക്കെ ഒത്തിരി പേർക്ക് ഈ ഏവിയേഷൻ, എയർ ഹോസ്റ്റസ്, ഈവൻ അല്ലെ പൈലറ്റ് തന്നെ ആവണമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിൽ തന്നെ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ടിപ്സ് എന്താണ്? ഞാൻ ഇത് ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് കിട്ടത്തില്ല എന്ന്. ഇപ്പം ഒരു ഷെഫിന്റെ ജോലി എന്താണെന്ന് ഒരു ഷെഫിനോട് ചോദിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ഒരു ടീച്ചർ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചാലേ വ്യക്തമായിട്ടൊരു ധാരണ കിട്ടും. ഒരു എയർ ഹോസ്റ്റസ് എന്താണെന്ന് എയർ ഹോസ്റ്റസിന്റെ അടുത്ത് ചോദിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. കാരണം ആളുകൾ ഇപ്പൊ പറയുന്നത് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടില്ല, അങ്ങനെയൊന്നുമില്ല. അവർ പറയുന്ന ഒരു പ്രത്യേകിച്ച് എനിക്ക് ക്യാപ്റ്റൻ ആവാൻ ഭയങ്കര ഇഷ്ടമാണ്, പൈലറ്റ് ആവാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ആളുകൾ പറഞ്ഞു ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടെ റാഡർ പാഡൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിൽ കാലെത്തിയാൽ മതി. അത് ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ്. അപ്പൊ അത് ഞാൻ ശരിക്കും ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞിട്ടാണ് എന്നോട് ക്യാപ്റ്റൻസ് പറയുന്നത് അതൊന്നും പ്രശ്നമല്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും ഹൈറ്റ് പറഞ്ഞ ആളുകളുണ്ട് ക്യാപ്റ്റൻസ് ആയിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വർക്ക് ചെയ്യുന്ന ആളുകളോടെ നമ്മൾ ചോദിക്കാവുള്ളൂ, നാട്ടുകാരോട് ചോദിക്കരുത്. നമുക്ക് ലൈം ജ്യൂസ് ഒഴിക്കാം. കുറച്ചേ ഇടുന്നുള്ളൂ. അധികം വേണ്ട. ഞാനൊരു 2 ടീസ്പൂൺ. അപ്പൊ നമ്മുടെ പരിപാടി പ്രോൺസ് റെഡിയായി. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് കരിവേപ്പില പിന്നെ ഗാർണിഷ്. ഈ സമയത്ത് ഈ ഒരു പരുവം കണ്ടപ്പോ എനിക്ക് തോന്നുന്നത് അത് കുറച്ച് മല്ലിയിലോട്ട് ഇട്ട് കളർഫുൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക്. ആ ബട്ടറിന്റെ പതയാണ്. അപ്പൊ ബട്ടറും വെളിച്ചെണ്ണയും കുറച്ചുണ്ട്. നമുക്കൊന്ന് കരിവേപ്പില ഒന്ന് മിക്സ് ചെയ്തേക്കാം. എന്റെ ഒരു സന്തോഷത്തിന് എനിക്ക് കരിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ഫൈനൽ മീനാക്ഷിയുടെ പ്രോൺസ് ഇൻ ബട്ടർ ഗാർലിക് സോസ് വിത്ത് ലൈം ജ്യൂസ്, പിഞ്ച് ഓഫ് ലൈം ജ്യൂസ് വിത്ത് ലോട്ട്സ് ഓഫ് കറി ലീവ്സ്. ആ പ്രോണൊക്കെ ഇരിക്കുന്നത് കാണാം. അതിൻ്റെ അകത്ത് കറക്റ്റ് അതിന്റെ കളറൊക്കെ സ്പൈസി. ആ ചില്ലി പൗഡർ, ബ്ലാക്ക് പെപ്പർ ആൻഡ് ക്രഷ്ഡ് റെഡ് ചില്ലി, അതിൻ്റെ 3ഉം എണ്ണയ്ക്കകത്തൊക്കെ സോട്ട് ചെയ്തിട്ടൊരു ബേൺഡ് ടേസ്റ്റ്, അതായത് ബേൺ ചില്ലി എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ഫ്ലേവർ ബട്ടറിനകത്ത് ലൈം ജ്യൂസ് ഒക്കെ ആയിട്ടാണ്. ഇത്രയൊക്കെ ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കിയിട്ട് ബാക്കിയാണ് പറയുന്നത്. എനിക്കിനി വെയിറ്റ് ചെയ്തിരിക്കാൻ വയ്യ. നമ്മൾ ഈ സംഭവം കണ്ടിട്ട് ചെമ്മീൻ ആരെങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഈ ബട്ടറും നേരത്തെ പറഞ്ഞ ഗാർലിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ലൈം ജ്യൂസൊക്കെ ഇതൊരു ഫ്യൂഷൻ വേണമെന്ന് പറയാം. അപ്പം നിങ്ങളുടെ അവിടെ എല്ലാം പറഞ്ഞുകൊണ്ട് ചെമ്മീൻ ടേസ്റ്റ് ചെയ്യാൻ ഏറ്റവും വലിയ ചെമ്മീൻ തന്നെയാണ് കാണുന്നത്. കണ്ടാൽ അറിയാൻ സ്പൈസിയാണ്. അടിപൊളി. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇത്ര ഓക്കെ ആണെന്ന് വിചാരിച്ചു.
പക്ഷെ സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും, കാരണം അതിനകത്ത് ആ ലൈം ജ്യൂസൊക്കെ ഇട്ടിട്ടുള്ള, കേരളത്തിൽ മലയാളികൾ പൊതുവെ വീട്ടിൽ ഇതുണ്ടാക്കി കഴിക്കാറില്ല. അപ്പം നിങ്ങൾക്കൊരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാം. സംതിങ് വെരി നൈസ്. അപ്പം മീനാക്ഷി, താങ്ക് യു സോ മച്ച്. ഒരു അമേസിങ് ഒരു പുതിയ ഡിഷ് നമ്മുടെ ഒന്നൊന്നര രുചിയുടെ പ്രേക്ഷകർക്കായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ വെറും കൈയോടെ വിടുന്നില്ല, ഒരു സമ്മാനമുണ്ട്. ഓക്കെ, ആദ്യം തന്നെ 916 കോക്കോ ബ്രാൻഡിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. താങ്ക് യു. കൂടാണ്ട് പഴശ്ശിയുടെ ഒരു ഹാമ്പർ. താങ്ക് യു. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മീനാക്ഷിയുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ, ഒരുപാട് യാത്ര ചെയ്യട്ടെ, ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം തേടി വരും. താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രേക്ഷകരോട് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഷെഫിന്റെ കൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഷെഫിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ആങ്കറിങ് ചെയ്യുന്ന ഒരു ബീച്ച് ഫെസ്റ്റിന്റെ ഫുഡ് ഫെസ്റ്റിന്റെ സമയത്താണ്. അന്ന് എനിക്ക് ഷെഫ് എനിക്ക് ഇങ്ങോട്ട് ഫിഷ് നിർവാണ ഉണ്ടാക്കി തന്നു. ഇന്ന് എനിക്ക് ഷെഫിന് അങ്ങോട്ട് ഉണ്ടാക്കി തരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. നമുക്ക് എല്ലാവർക്കും മുട്ടക്കറി ഇഷ്ടമാണ്. ഇത് മുട്ടയും ഗ്രീൻ പീസും കൂടെ ഉള്ള ഒരു തേങ്ങ അരച്ച കറി, രാവിലത്തെ അപ്പം, അതുപോലെ ദോശ, ഇതിനൊക്കെ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ടുള്ള എഗ് ആൻഡ് പീസ് കറി വിത്ത് തേങ്ങ അരച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ അതിനൊരു മസാല റെഡിയാക്കണം. മസാല റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കുക എന്നുള്ളതാണ്. എണ്ണ ചൂടാകുമ്പോൾ സവാള ഉള്ളി, ലേശം ഗാർലിക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാമായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വാടി വരുന്ന സമയത്ത് നമ്മൾ എഗ്ഗ് നേരത്തെ ഒരു 7 മിനിറ്റ്സ്, കോഴിമുട്ടയാണെങ്കിൽ 7 മിനിറ്റ് ജസ്റ്റ് വെള്ളം നന്നായിട്ട് ചൂടായതിനു ശേഷം മുട്ട സോഫ്റ്റായിട്ട് ബോയിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് വരഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മളൊരു ബട്ടറിൽ ബ്ലാക്ക് പെപ്പർ ഇട്ടൊന്ന് സോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ പുഴുങ്ങിയ മുട്ടേനെ കുറച്ച് ബട്ടറിൽ ബ്ലാക്ക് പെപ്പറും ലേശം മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഉള്ളി വാടുന്ന സമയത്ത് നമ്മളൊരു പാനിനകത്ത്, ഇതൊരു അഡീഷണൽ ആണ്, ഇത് ചെയ്യണമെന്നില്ല, പക്ഷേ കുറച്ചുകൂടെ സമയമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ലേശം ബട്ടർ ഇട്ടു. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഈ പുഴുങ്ങിയ മുട്ട ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ടുണ്ട്. ആ ബട്ടറിലേക്ക് ഈ മുട്ട ഇടുകയാണ്. ലേശം ചില്ലി പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, ഒരു പൊടിക്കുപ്പ്. ഇതിനു വേണ്ടി നമുക്ക് ഗ്രീൻ പീസ് വേണം നേരത്തെ പറഞ്ഞത്. ഫ്രഷ് പീസ് ആണെങ്കിൽ ഡയറക്റ്റായിട്ട് കറി വെക്കാം. ഉണങ്ങിയ പീസ് ആണെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്ത് കുക്കറിൽ അല്ലെങ്കിൽ കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് ഇടുന്നു. സവാളയും തക്കാളിയും ഗ്രീൻ പീസും ഈ മസാലയും കൂടെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ആവശ്യമുള്ള ഗ്രേവിക്കുള്ള വെള്ളം ചേർക്കണം. എന്നിട്ട് തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങാക്കറിയാണ്. ഒരുപാട് സ്പൈസി ഇല്ല. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ കറിയിൽ മുളക് പൊടി ഒട്ടും ചേർക്കില്ല. ആകെയുള്ളത് ആ മുട്ടയ്ക്കകത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ പീസ് നന്നായിട്ട് സോട്ടായി. നമുക്കിത് കറിക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് ബോയിൽ ചെയ്യാം. കറിയുടെ ചാറ് നന്നായിട്ട് തിളച്ച് ഗ്രീൻ പീസൊക്കെ കുക്കായിട്ടുണ്ട്. നമ്മളിനി തേങ്ങയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം കറിക്ക് ആവശ്യമുള്ള. ഇത് തേങ്ങ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് ഈ കറി ഇതേപോലെ തന്നെ ഉപയോഗിക്കാം. പിന്നെ കുറച്ചുകൂടെ തിക്കായിട്ട് രാവിലത്തെ അപ്പത്തിൻ്റെ കറിക്കൊക്കെ തേങ്ങ നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഈ തേങ്ങ ചേർക്കുന്നതാണ്. അപ്പോൾ തേങ്ങ ചേർത്ത് ഈ കറി ഒന്ന് റെഡിയായി. അതിൻ്റെ നിറമൊക്കെ മാറി വരുന്ന നമ്മുടെ ഒരു ഗ്രീൻ പീസ്, ഒരു കുറുമയെന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ടെക്സ്ചർ, അല്ലെങ്കിൽ മപ്പാസ് എന്നൊക്കെ പറയുന്ന ഒരു ടെക്സ്ചറിലാണ് ഈ കറി ഇരിക്കുക. ഇനി ഈ ബ്ലാക്ക് പെപ്പറിലിട്ട ഈ സാധനവും കൂടെ, ഈ മുട്ടയും കൂടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഏകദേശം ഗ്രീൻ പീസ് വെന്ത് കഴിഞ്ഞാൽ ഈ എഗ്ഗ് ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി കുറച്ച് സ്പൈസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ എൻ്റെ എൻഡിൽ കുറച്ച് ബ്ലാക്ക് പെപ്പർ, കുറച്ച് മല്ലിയില, ഫ്രഷ് കറി ലീവ്സ്, ഒരല്പം ബട്ടർ ഇൻ ദ ടോപ്പ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ് ആൻഡ് പീസ് കുറുമ റെഡിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പരുവം. റോസ്റ്റ് ചെയ്ത എഗ് ആൻഡ് പീസ് കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.